നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യത ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 24, 25, 26 എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇമെയിൽ, ഫെയർവെൽ സ്പീച്ച് എന്നിവയാണുള്ളത്. ഇതിലേതെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി പോകുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ മൈക്കൽ സ്റ്റോൺസ് വിന്നിംഗ് പെർഫോമൻസ് ഇൻ ദ ഫൈനൽ ലാപ്പ് ഓഫ് പോൾ വാൾട്ട് കോമ്പറ്റീഷൻ. പോൾ വാൾട്ട് കോമ്പറ്റീഷനിൽ അവസാന റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൈക്കൽ സ്റ്റോണിനെ കുറിച്ചൊരു പത്രവാർത്ത തയ്യാറാക്കുക. മൈക്കൽ സ്റ്റോൺ റീച്ചസ് ട്രൂ ഹൈറ്റ് ബൈ സ്പോർട്സ് ന്യൂസ് റിപ്പോർട്ടർ. London, 2nd July 2025. Michael Stone, a 17-year-old boy, won the pole vault competition yesterday. He jumped very high and made a new record of 17 feet 6.5 inches. ഇന്നലെ നടന്ന പോൾ വോൾട്ട് കോമ്പറ്റീഷനിൽ മൈക്കിൾ സ്റ്റോൺ എന്ന 17 വയസ്സുകാരൻ വിജയിച്ചു. അവൻ 17 അടി 6.5 ഇഞ്ച് ചാടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. The event was full of people. Michael ran fast, held the pole and flew over the bar. The event was full of people. Michael ran fast, held the pole and flew over the bar. മത്സരം കാണുവാൻ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. മൈക്കൽ പോൾ മുറുകെ പിടിച്ച് വേഗത്തിൽ ഓടി, പിന്നെ വളരെ ഉയരത്തിൽ ചാടി. What made the moment even more special was that Michael is blind. What made the moment even more special was that Michael is blind. ആ നിമിഷത്തിന് ഇത്രയേറെ പ്രത്യേകത തോന്നുവാൻ കാരണം മൈക്കിളിന് കാഴ്ചശക്തി ഇല്ലായിരുന്നു എന്നതാണ്. He had trained for years using his mind, body and sharp memory. He had trained for years using his mind, body and sharp memory. വളരെയേറെ നാളത്തെ പരിശീലനം കൊണ്ട് അവന് നേടിയെടുത്ത മെയ്വഴക്കവും ഏകാഗ്രതയും ബുദ്ധികൂർമ്മതയും അവനെ വിജയത്തിലേക്ക് എത്തിച്ചു. Michael's jump was not just a win. It showed his real courage and strength. Michael's jump was not just a win. It showed his real courage and strength. ഇത് വെറും ഒരു വിജയമായി കാണാൻ കഴിയില്ല. ഇതിൽ നിന്നും അവന്റെ ആത്മവിശ്വാസവും ധൈര്യവും ശക്തിയുമെല്ലാമാണ് വെളിവാകുന്നത്. Question number 25. Imagine that Maurice Herzog decides to write an email to the Sherpas expressing his gratitude for their care and concerns they rendered him during the adventurous mountaineering. Prepare the possible email. സാഹസിക പർവ്വതാരോഹണത്തിനിടയിൽ ഷെർപ്പകൾ ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി സൂചകമായി മൗറിസ് ഹെർസോഗ് ഷെർപ്പകൾക്ക് അയക്കുന്ന ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഇവിടെ ഫ്രം എന്നുള്ളിടത്ത് ആരാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ഇവിടെ മൗറിസ് ഹെർസോഗ് ആണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ maurice.herzog@gmail.com എന്ന് കൊടുക്കാം. അതിന് താഴെ ടു എന്നുള്ളിടത്ത് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഷെർപ്പാസിനാണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ sherpas@gmail.com എന്ന് കൊടുക്കാം. അതിന് താഴെ CC, BCC എന്ന 2 കോളം കൂടെ ഇടുക. അവിടെ തൽക്കാലം ഒന്നും എഴുതണ്ട. CC എന്നാൽ കാർബൺ കോപ്പി എന്നും BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നുമാണ്. അതിന് താഴെ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ ഈ മെയിൽ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവിടെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക. വളരെ ചുരുക്കി സബ്ജക്റ്റ് അവിടെ എഴുതുക. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കെയർ എന്ന് കൊടുക്കാം. സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം ഡിയർ ഫ്രണ്ട്സ് എന്നോ ഡിയർ ഷെർപ്പാസ് എന്നോ പറഞ്ഞ് മെയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം വിഷയം എഴുതാം. ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. During our mountaineering adventure, you gave me great help, care and support. I will never forget the way you looked after me when I was tired, cold and in pain. I am writing this email to thank you from the bottom of my heart. During our mountaineering adventure, you gave me great help, care and support. I will never forget the way you looked after me when I was tired, cold and in pain. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കാനാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. നമ്മുടെ സാഹസിക പർവ്വതാരോഹണത്തിനിടയിൽ നിങ്ങൾ നൽകിയ സ്നേഹം, പരിചരണം, കരുതൽ ഇതിനെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു.
തണുപ്പിൽ ക്ഷീണിതനായി വേദന അനുഭവിച്ച എനിക്ക് നിങ്ങൾ നൽകിയ കരുതൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. യുവർ കൈൻഡ്നെസ് ആൻഡ് കറേജ് ഗേവ് മീ സ്ട്രെങ്ത് ടു മൂവ് ഫോർവേഡ്. വിത്തൗട്ട് യുവർ ഹെൽപ്പ് I would not have been able to complete the climb or return safely. Your kindness and courage gave me strength to move forward. Without your help, I would not have been able to complete the climb or return safely. എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തിയായത് നിങ്ങളുടെ ദയയും ആത്മധൈര്യവുമാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. You are not just strong climbers. You are also true friends. I will always remember your smiles, your warmth, your brave hearts. You are not just strong climbers. You are also true friends. I will always remember your smiles, your warmth, your brave hearts. നിങ്ങളുടെ പുഞ്ചിരിയും ആ ചൂട് ചായയും നിങ്ങളുടെ ധൈര്യവുമെല്ലാം ഞാൻ എന്നും ഓർക്കും. ഇത്രയും എഴുതി ഇമെയിൽ പൂർത്തിയാക്കുക. അതിന് താഴെ താങ്ക് യു അഗെയിൻ ഫോർ എവറിത്തിങ് വിത്ത് റെസ്പെക്ട് ആൻഡ് ലവ് മൗറിസ് ഹെർസോഗ് എന്നെഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 26. പ്രിപ്പയർ എ സമ്മറി ഓഫ് ദ ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. പ്രിപ്പയർ എ സമ്മറി ഓഫ് ദ ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിടവാങ്ങൽ പ്രസംഗം ചുരുക്കി വിവരിക്കുക. Sachin Tendulkar, one of the greatest cricketers in the world, gave an emotional farewell speech on November 16, 2013 at Wankhede Stadium in Mumbai after playing his final test match for India. Sachin Tendulkar, one of the greatest cricketers in the world, gave an emotional farewell speech on November 16, 2013 at Wankhede Stadium in Mumbai after playing his final test match for India. സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റർമാരിൽ ഒരാളാണ്. 2013 നവംബർ 16 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് വേണ്ടി അവസാന ടെസ്റ്റ് മാച്ച് കളിച്ചതിനു ശേഷം അദ്ദേഹം ഒരു വികാര നിർഭരമായ വിടപറയൽ പ്രസംഗം നടത്തി. ഇൻ ദ സ്പീച്ച് ഹി താങ്ക്ഡ് ഓൾ ദ പീപ്പിൾ ഹു ഹെൽപ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ഹിം ഇൻ ഹിസ് ലോങ് ക്രിക്കറ്റ് ജേർണി. ഇൻ ദ സ്പീച്ച് ഹി താങ്ക്ഡ് ഓൾ ദ പീപ്പിൾ ഹു ഹെൽപ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ഹിം ഇൻ ഹിസ് ലോങ് ക്രിക്കറ്റ് ജേർണി. തന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ തനിക്ക് സഹായവും പിന്തുണയും നൽകിയ എല്ലാ ആളുകൾക്കും സച്ചിൻ നന്ദി പറഞ്ഞു. First he thanked his father who taught him to be a good human being. First he thanked his father who taught him to be a good human being. ഒരു നല്ല മനുഷ്യനാകാൻ തന്നെ പഠിപ്പിച്ച അച്ഛന് ആദ്യം അദ്ദേഹം നന്ദി പറഞ്ഞു. Even after his father passed away, Sachin always followed his advice. Even after his father passed away, Sachin always followed his advice. അച്ഛന്റെ മരണശേഷവും സച്ചിൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടർന്നു. Then he thanked his mother who prayed for him and took care of the family. Then he thanked his mother who prayed for him and took care of the family. She watched him play live for the first time in his last match. She watched him play live for the first time in his last match. മകന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കിയിരുന്ന അമ്മയ്ക്ക് പിന്നീട് നന്ദി പറഞ്ഞു. തന്റെ അവസാനത്തെ മാച്ചാണ് അമ്മ ആദ്യമായി തത്സമയം കാണുന്നത്. He thanked his wife Anjali who left her job to take care of the home and children so that he could play cricket. He thanked his wife Anjali who left her job to take care of the home and children so that he could play cricket. സച്ചിന് ക്രിക്കറ്റ് കളിക്കുന്നതിനു വേണ്ടി സ്വന്തം ജോലി ഉപേക്ഷിച്ച് വീട്ടുകാര്യവും കുട്ടികളുടെ കാര്യവും നന്നായി നോക്കുന്ന ഭാര്യ അഞ്ജലിയോട് സച്ചിൻ നന്ദി പറഞ്ഞു. He said that without her support he could not have achieved so much. He said that without her support he could not have achieved so much. അവളുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നുവെന്ന് സച്ചിൻ പറഞ്ഞു. He also thanked his children Sara and Arjun for their love and understanding. He also thanked his children Sara and Arjun for their love and understanding. തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മക്കളായ സാറയോടും അർജുനോടും സച്ചിൻ നന്ദി പറഞ്ഞു. Sachin thanked his brother Ajit who saw his talent and helped become a cricketer. Ajit guided him from the beginning and gave him full support. Sachin thanked his brother Ajit who saw his talent and helped him become a cricketer. Ajit guided him from the beginning and gave him full support. തന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഒരു മികച്ച ക്രിക്കറ്റർ ആകുവാൻ തുടക്കം മുതൽ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ സഹോദരൻ അജിത്തിന് സച്ചിൻ നന്ദി പറഞ്ഞു. He thanked his coach Ramakant Achrekar who trained him with hard work and strict rules. He thanked his coach Ramakant Achrekar who trained him with hard work and strict rules.
സച്ചിനെ കഠിനാധ്വാനത്തോടെയും കർശനമായ നിയമങ്ങളോടെയും പരിശീലിപ്പിച്ച തന്റെ കോച്ചായിരുന്ന രമാകാന്ത് അച്രേക്കറെ സച്ചിൻ നന്ദിയോടെ ഓർത്തു. He also thanked his all friends who stood by him in good and bad time. He also thanked all his friends who stood by him in good and bad time. തന്റെ നല്ല അവസ്ഥയിലും മോശം അവസ്ഥയിലും കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. സച്ചിൻ ഷോഡ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹിം ടീംമേറ്റ്സ്, saying they were like his second family. Sachin showed love and respect for his teammates, saying they were like his second family. സച്ചിൻ തന്റെ സഹതാരങ്ങളെ തന്റെ രണ്ടാം കുടുംബമായി കരുതി അവരോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു. He thanked the BCCI selectors and support staff who helped during his career. He thanked the BCCI selectors and supported staff who helped during his career. തന്റെ ക്രിക്കറ്റ് ജീവിതത്തിനിടയിൽ സഹായം നൽകിയ BCCIക്കും സെലക്ടർമാർക്കും പിന്തുണച്ച സ്റ്റാഫുകൾക്കും സച്ചിൻ നന്ദി അറിയിച്ചു. In the end, he thanked his fans all over the world. In the end, he thanked his fans all over the world. ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരോട് അദ്ദേഹം നന്ദി അറിയിച്ചു. He said that the chant Sachin Sachin would always remember in his heart. He said that the chant Sachin Sachin would always remember in his heart and give him strength. He said goodbye by calling cricket and give him strength. He said goodbye by calling cricket his life for 24 years and thanked everyone with love. He said goodbye by calling cricket his life for 24 years and thanked everyone with love. സച്ചിൻ സച്ചിൻ എന്ന വിളി എപ്പോഴും തന്റെ ഹൃദയത്തിൽ നിലനിൽക്കും. അത് തന്നെ കൂടുതൽ ശക്തനാക്കും. 24 വർഷം ക്രിക്കറ്റ് തന്റെ ജീവിതമായിരുന്നുവെന്ന് പറഞ്ഞ് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിടപറയൽ പ്രസംഗം അവസാനിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.